ഉലമാക്കൾ, നേതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കർണാടക യാത്ര എന്ന ഐതിഹാസികമായ യാത്രയുടെ വിജയം ആഘോഷിക്കാനാണ് അബുദാബിയിലെ പൗരസമൂഹം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നലെ ബഹ്റൈനിൽ ഒരു പത്രസമ്മേളനം നടന്നു. അതിൽ പത്രക്കാർ പല ചോദ്യങ്ങളും ചോദിച്ചറിയാനും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും ജനങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാനും എല്ലാമാണ് പത്രക്കാർ ചോദ്യം ചോദിക്കുന്നത്. ചിലർക്ക് കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കാനേ അറിയുള്ളൂ. അങ്ങനെ ചോദിച്ചെങ്കിലേ പത്രക്കാരനാകൂ എന്ന് ചിന്തിക്കുന്ന ചിലരുമുണ്ട്. എന്തെങ്കിലും മറുപടി കിട്ടിയാൽ അത് അരയും തലയും ഉറച്ച് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്ന ചില ജേർണലിസ്റ്റുകളുമുണ്ട്. മോസ്കോയിൽ മാർപ്പാപ്പ വന്ന സമയത്ത് മാർപ്പാപ്പയോട് പത്രക്കാർ ചോദിച്ചു, താങ്കൾ താമസിക്കുന്ന ഹോട്ടലിൽ വേശ്യകളുണ്ടല്ലോ. മാർപ്പാപ്പ ചോദിച്ചു, മോസ്കോയിൽ വേശ്യകളുണ്ടോ? പിറ്റേന്നൊരു പത്രത്തിന്റെ ഹെഡിങ്, മാർപ്പാപ്പ മോസ്കോയിൽ വേശ്യകളുണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ നല്ലൊരു ചോദ്യം ഒരു പത്രക്കാരൻ ഇന്നലെ ചോദിച്ചു. കേരള യാത്ര കഴിഞ്ഞതിനു ശേഷം കർണാടക യാത്ര നടത്താൻ എന്താണ് കാരണം? തമിഴ്നാടാണല്ലോ കുറച്ചുകൂടെ അടുത്തുള്ളത്. താങ്കൾ പഠിച്ച് ബിരുദം വാങ്ങിയതും തമിഴ്നാടാണല്ലോ എന്നെല്ലാം അർത്ഥമുള്ളതിൽ നിന്ന് why you selected Karnataka for the second യാത്ര? മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഇടക്കാലത്ത് യാത്രകൾ നടന്നിട്ടുണ്ട്. കശ്മീരിലും അസമിലും ഗുജറാത്തിലും ഉസ്താദിന്റെ ജീവിതം മുഴുവനും യാത്രയാണ്. യാത്രയിൽ ഇക്കിടയ്ക്ക് വിശ്രമം വേണമെന്ന് പലരും ആവശ്യപ്പെടാറുണ്ട്. ഇന്നത്തെ പരിപാടി വൈകി കഴിയുന്നത് കൊണ്ട് നാളെ ഒമാനിലേക്കുള്ള യാത്ര 9 മണിക്കുള്ള ഫ്ലൈറ്റിലാക്കാം എന്ന് അബുദാബിയിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചാറ്റും പിടിച്ചപ്പോഴും ഉസ്താദ് പറഞ്ഞു, സമയം കളയാൻ പറ്റൂല, അതുകൊണ്ട് രാവിലെ 5:30 ഫ്ലൈറ്റിന് തന്നെ പോകണം. ഒമാനിലെ 2 ദിവസം പരിപാടി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലേക്ക് പോകാനുള്ളതോ കോഴിക്കോട്ടേക്ക് ഒരു ഫ്ലൈറ്റേ ഉള്ളൂ. അത് രാവിലെ 9 മണിക്കാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ എത്തും. ഉസ്താദ് ദേഷ്യപ്പെട്ട് പറയുന്നു, പറ്റൂല, സുബഹിക്ക് അവിടെ എത്തണം. അതിന് ദുബായിൽ വന്നിട്ട് ദുബായിലെ എയർപോർട്ട് മുഴുവനും ചുറ്റിക്കറങ്ങി മറ്റൊരു ഫ്ലൈറ്റിലേക്ക് മാറിക്കയറി വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ ട്രെയിനും വേണ്ടിവരും. എന്നാലും ഉസ്താദിന് ഇഷ്ടം അങ്ങനെ തന്നെ പോകാനാണ്. ജീവിതം മുഴുവനും യാത്രയാണ്. അത് ഈ കർണാടക സ്റ്റേറ്റ് എന്തിന് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് പത്രക്കാരോട് നൽകിയൊരു മറുപടി, കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥി മർക്കസ് അലുമിനായി ഉള്ളത്. കേരളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കർണാടകയിലെ വിദ്യാർത്ഥികളാണ് മർക്കസിൽ പഠിച്ചിട്ടുള്ളത്. 10,000 സഖാഫികൾ മർക്കസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അതിൽ 1000 കർണാടകക്കാരാണ്. അഥവാ ഇപ്പോ 800-ലേറെ സഖാഫികൾ കർണാടക സ്റ്റേറ്റിൽ മാത്രമുണ്ട്. മർക്കസിൽ മൊത്തം പഠിച്ചു പുറത്തിറങ്ങിയവർ 70,000-ഓളം വരും. അതിൽ സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്, കോളേജ് ഉണ്ട്, ITI ഉണ്ട്, ഓർഫനേജ് ഉണ്ട്, മറ്റു ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്നാൽ ഏറ്റവും പരമോന്നത ദീനി വിദ്യാഭ്യാസം നൽകുന്ന സഖാഫികളിൽ 10% കർണാടക സ്റ്റേറ്റ് തന്നെ. അതുകൊണ്ടാണ് കർണാടക തെരഞ്ഞെടുക്കാനുള്ള കാരണം. ഇത് വെറും ലോജിക് ഒരു ആൻസർ ആണ്. വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു സമൂഹത്തിന് വളർച്ചയുണ്ടാകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കർണാടക യാത്രയുടെ വിജയം. വർഷങ്ങളേറെ മുമ്പ് കഴിഞ്ഞ കലാപത്തെക്കുറിച്ചും മറ്റും ചോദിച്ച് മതസൗഹാർദ്ദത്തിന് വേണ്ടി വലിയൊരു യാത്ര നടത്തി വിജയം കഴിച്ചു വരുന്ന ഒരാളെ എങ്ങനെയെങ്കിലും ഒരു വർഗീയവാദിയാക്കി തീർക്കണം, അതിനെന്ത് ചോദിക്കണം എന്ന് ചുറ്റി ചോദിക്കുന്നവരോട് പഴയ കഥകളൊന്നും അറിയില്ല, അതൊന്നുമല്ല ഇപ്പോൾ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോ
അത് മെയിൻ ഹെഡിങ് ആക്കി ചിലർ കൊടുത്തു. കർണാടകത്തിൽ ഈ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ പഠനം നടത്തി കേരളത്തിലെ മർക്കസിൽ നിന്ന് ഇത്രയും 1000 പേർ 800-ലേറെ പേർ സഖാഫികൾ കർണാടക സ്റ്റേറ്റിൽ വന്നപ്പോൾ അവിടെ സഹദികളും മഹസനികളും അതുപോലെ കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്ന് പഠിച്ചു പുറത്തു വന്ന പണ്ഡിതന്മാർ കേരളത്തെ പോലെ തന്നെ താജുൽ ഉലമായുടെ നേതൃത്വത്തിൽ അല്ലാഹു അവരുടെ ദർജ കൊടുക്കുമാറാവട്ടെ. ദീർഘകാലം നടന്ന മദനി കോളേജിന്റെ മക്കൾ കർണാടക സ്റ്റേറ്റിൽ കേരളത്തിന്റെ മാതൃകയിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടാക്കി മർക്കസ് 37ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കർണാടക SSFന് 25 വയസ്സാണ്. അബുദാബിയിലും ദുബായിലും ജിദ്ദയിലും റിയാദിലും നിങ്ങൾക്ക് എവിടെ ചെന്നാലും മർക്കസ് കമ്മിറ്റിയുടെ പ്രായവും അതിനുശേഷം സംഘടനയുടെ പ്രായവും പരിശോധിച്ചാൽ അറിയാം. മർക്കസ് കമ്മിറ്റിയിലൂടെയാണ് SYSഉം SSFഉം ഉണ്ടായി വന്നിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിലേക്ക് പോയാലും അങ്ങനെയാണ്. അസമിലും ബംഗാളിലും ഇന്ന് യാത്ര നടത്താൻ നമുക്ക് സാധിക്കും. അവിടെ നമ്മുടെ സംഘടനകൾ അൽഹംദുലില്ലാഹ് SSF ഇന്ന് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും പ്രവർത്തിക്കുന്നുണ്ട്. SSF കഴിഞ്ഞവർക്ക് മുസ്ലിം ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ബഹുജന സംഘടനയായ കേരളത്തിൽ SYSന്റെ ദേശീയ തലം ഇന്ന് എല്ലാ സ്റ്റേറ്റുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ജമിയത്തുൽ ഉലമായുടെ മഹത്തായ നേതൃത്വത്തിന്റെ കീഴിലാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങൾ നാം എല്ലാം മദ്രസയിൽ പഠിച്ചത് അറബിയിലും മലയാളത്തിലുമാണ്. മലയാള അക്ഷരത്തിന് ലിപികൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് മലയാള ഭാഷയ്ക്ക് അറബി അക്ഷരം ഉപയോഗിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചവരാണല്ലോ കേരളത്തിലെ പണ്ഡിതന്മാർ. 500-ലേറെ വരുന്ന അറബി മലയാള ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കാൻ അമേരിക്കക്കാരനും യൂറോപ്പുകാരനും അന്വേഷണത്തിന് വേണ്ടി കോഴിക്കോട്ടേക്ക് വരുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ദേശീയ തലത്തിലേക്ക് ഉയർന്നപ്പോൾ അറബിയും മലയാളവും മാത്രമല്ല തമിഴും കന്നഡയും ഗുജറാത്തി ഉറുദുവും ഇംഗ്ലീഷും ഭാഷകളിൽ ഏറ്റവും അവസാനമായി ബംഗ്ലാ ഭാഷയിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് മദ്രസകൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് കീഴിൽ അന്യ സ്റ്റേറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടകയിലൂടെ ഇനി വടക്കോട്ട് മറ്റു സ്റ്റേറ്റുകളിലേക്ക് കർണാടക സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പല നഗരങ്ങളിലും കുട്ടികൾ ജനിച്ചു വീഴുന്നത് 4 ഭാഷയുമായാണ്. മംഗലാപുരത്തൊരു കുട്ടി കൊങ്കണിയും അങ്ങനെ തന്നെയാണ്. ഈ ഭാഷയിലൂടെ അതാ കേരളത്തിൽ നിന്ന് മെല്ലെ മേൽപോട്ട് കയറി മലയാളവും കന്നഡയും ചുവയ്ക്കുന്ന ഒരു ഭാഷ മംഗലാപുരത്ത് സംസാരിച്ച് അവിടുന്ന് ഭട്കലിലേക്കും അവിടുന്ന് കാർവാറിലേക്കും അങ്ങനെ മേൽപോട്ട് നോർത്തിലേക്ക് പോകുന്ന സമയത്ത് അവസാനം ഉറുദുവായി മറാത്തിയായി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഇൻഷാ അല്ലാഹ് ഈ ഒരു കർണാടക സ്റ്റേറ്റിലുള്ള വളർച്ച എന്ന് പറയുന്നത് തീർച്ചയായും മറ്റു സ്റ്റേറ്റുകളിലേക്ക് വളരെ വേഗം നമുക്ക് കടന്നു ചെല്ലാനുള്ള ഒരു വഴിയായിരിക്കും. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ 37th ആനിവേഴ്സറി നടക്കുമ്പോ യഥാർത്ഥത്തിൽ അതേ രൂപത്തിൽ തന്നെയുള്ളൊരു യാത്രയാണ്. ഉസ്താദിന്റെ ദർസ് തുടങ്ങിയ കാലത്ത് രാവിലെ സുബഹി മുതൽ മഗ്രിബ് വരെയും ചിലപ്പോൾ മഗ്രിബിന് ശേഷവും വ്യാകരണവും തത്വശാസ്ത്രവും കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവും നിദാനശാസ്ത്രവും എല്ലാം ഒരു ഉസ്താദ് തന്നെ ഓതിക്കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. അങ്ങനെ 2-3 മസ്ജിദുകളിലെ മുദരിസായി ഉസ്താദ് പഠിപ്പിച്ച് അതിൽ നിന്ന് പുറത്തു വന്ന ഒട്ടേറെ പണ്ഡിതന്മാരുണ്ട്. അതിൽ പലരും മരിച്ചുപോയിട്ടുണ്ട്. വളരെ പ്രായം ചെന്ന പലരെയും ആ കൂട്ടത്തിൽ ഇന്ന് കാണാൻ കഴിയും. ചിലരെ കണ്ടാൽ ഉസ്താദിനേക്കാൾ പ്രായമുണ്ടെന്ന് തോന്നുകയും ചെയ്യും. അത് കഴിഞ്ഞാണ് മർക്കസ് വരുന്നത്. മർക്കസ് 37 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരേ ക്യാമ്പസിൽ ഇംഗ്ലീഷും ഉറുദുവും അറബിയും മാത്തമാറ്റിക്സും സയൻസും ഖുർആനും തജ്വീദും മദ്രസയും സ്കൂളും ഒന്നിച്ചു പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായി. അതിലൂടെ ധാരാളം ആളുകൾ പുറത്തു വന്നു. 70,000-ഓളം വരുന്ന അലുംനായി മർക്കസിൽ നിന്ന് പുറത്തു വന്നു. ഈ വരുന്ന 14-ാം തീയതി മർക്കസിൽ ഹൈസ്കൂളിന്റെ അലുംനയുടെ ഒരു സംഗമമുണ്ട്. അതിൽ 230 ക്ലാസ് മുറികളാണ് ഉണ്ടാകുന്നത്. 985 മുതൽ പുറത്തു വരുന്ന SSLC ബാച്ചുകളിൽ 230 ബാച്ചുകൾ 230 ക്ലാസ് മുറികളാണ് പുറത്തു വന്നത്. ആ കുട്ടികൾ മുഴുവനും അതിൽ പലരും പിതാവാണ്, ചിലർ ഗ്രാൻഡ് ഫാദറാണ്.
അവരെല്ലാം ഇൻഷാ അല്ലാഹ് ഡിസംബർ 14 കാരന്തൂരിൽ സംഗമിക്കാൻ പോവുകയാണ്. ഇങ്ങനെ മർക്കസിൽ നിന്ന് പഠിച്ചു പുറത്തു വന്ന വിദ്യാർത്ഥികൾ അവരിന്ന് ഓസ്ട്രേലിയയിലെ സ്കൂളിന്റെ പ്രിൻസിപ്പൽമാരുണ്ട്, UK കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് നടത്തുന്നവരുണ്ട്, അക്കൂട്ടത്തിൽപ്പെട്ടവർ അമേരിക്കയിൽ ഇമാമായി പ്രവർത്തിക്കുന്നവരുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നവരുണ്ട്. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലും ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെ കുഗ്രാമങ്ങളിലും കാൽനടയായും കാളവണ്ടിയിലും എത്തിച്ചേരേണ്ട ഗ്രാമങ്ങളിൽ പോലും ചെന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. മർക്കസിന്റെ പ്രവർത്തനങ്ങൾ മറ്റു സ്റ്റേറ്റുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും കടന്നു ചെല്ലുന്നത് ഈ വിദ്യാർത്ഥികൾ വഴിയാണ്. വിദ്യാർത്ഥികളായി പിന്നീട് പണ്ഡിതന്മാരായ ആ ഒരു സമൂഹത്തിന്റെ അവരുടെ മാർഗത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മറ്റു സ്റ്റേറ്റുകളിലേക്ക് കടന്നു ചെന്നിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ പിന്നാക്കം നിൽക്കുന്ന വർക്ക്ഷോപ്പുകളിലേക്കോ കോഴി വളർത്തു കേന്ദ്രത്തിലേക്കോ സ്പ്രേ പെയിന്റ് കേന്ദ്രത്തിലേക്കോ പോകുന്ന ആ വെസ്റ്റ് ബംഗാളിലെയും അസാമിലെയും മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജാർഖണ്ഡിലെയും മക്കളെ മർക്കസിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചും ഇവിടെ നിന്ന് പഠിച്ചു ബിരുദം നേടിയവർ അവിടെ പോയി പഠിപ്പിച്ചുകൊണ്ടും അൽഹംദുലില്ലാഹ് ഇന്ത്യയിൽ നിന്നൊരു വിചാര വിപ്ലവം നടക്കുകയാണ്. 10 വർഷം കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. വിദ്യാഭ്യാസം നേടിയവർക്ക് ഇന്ത്യയിൽ ഉന്നതമായ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായി ഇന്ത്യക്കാരനായ ഒരു മുസ്ലിം എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റായി കൊണ്ട് മുസ്ലിം എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പരമോന്നത ഉദ്യോഗ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾ എത്തിയിട്ടുണ്ട്. പഠിച്ചുയരുമ്പോൾ എത്താൻ സാധിക്കും. എല്ലാ കീ പോസ്റ്റുകളിലും സാധിക്കുകയില്ല. അതിന് വ്യക്തമായ കൺട്രോളുകൾ ഉണ്ടാകും. അതാണ് ഉസ്താദ് പറഞ്ഞത്. വർഗീയ കലാപങ്ങൾ നടന്നു എന്നേതോ കാലത്തെ ചരിത്രം വിളിച്ചുകൂവി ഇനിയും ബഹളമുണ്ടാക്കി അതിന്റെ പേരിൽ ഒച്ചവെച്ച് വീണ്ടും വർഗീയവാദികളാണെന്ന് ചിത്രീകരിക്കാനുള്ള മനോഭാവവുമായി അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും പേരിൽ മൂലക്കിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഒരക്ഷരം ആർക്കെങ്കിലും പഠിപ്പിച്ചുയർത്തിക്കൊണ്ടുവന്നാൽ അതിലൂടെ ഈ രാജ്യത്തിന്റെ നല്ല ഭാവി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നിങ്ങൾ പിന്തുണ നൽകേണ്ടത്. അതിനോടൊപ്പമാണ് നിങ്ങൾ നിൽക്കേണ്ടത്. മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ വാർഷികത്തെ വിശദീകരിക്കുമ്പോൾ, വിദ്യാഭ്യാസ പദ്ധതികളെ വിശദീകരിക്കുമ്പോൾ അത് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ, മറ്റ് സ്റ്റേറ്റുകളിൽ എത്തിച്ചു കൊടുക്കാൻ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്നാണല്ലോ മീഡിയ പ്രവർത്തകർ ചിന്തിക്കേണ്ടത്. പക്ഷേ മസ്തിഷ്കത്തിൽ കിഡ്നി പ്രവർത്തിക്കാത്ത ഈ ജീവികളെ പറ്റി നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. ഇവിടെ ഇപ്പോൾ മർക്കസ് മാറിക്കൊണ്ടിരിക്കുന്നത് മർക്കസ് നോളജ് സിറ്റി അതിന്റെ 3rd ഡെവലപ്മെന്റ് ആണ്. മർക്കസ് 2 വിദ്യാഭ്യാസം ഒരേ ക്യാമ്പസിൽ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇനി ഒരേ സർട്ടിഫിക്കറ്റിൽ 2ഉം കൂടെ ചേർത്താണ് പഠിപ്പിക്കുന്നത്. ഇത് പുതിയതല്ല. നേരത്തെ ഇസ്ലാമിക കലാലയങ്ങളിലും മസ്ജിദുകളിലും മദ്രസകളിലും മഹാപണ്ഡിതന്മാർ അവിടെ ഫിസിക്സും കെമിസ്ട്രിയും ആസ്ട്രോണമിയും ഫിസിയോളജിയും ഖുർആനും തസവ്വുഫും അഖ്ലാഖും എല്ലാം ഒന്നിച്ച് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ പിൽക്കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ ഉണ്ടായ മതപഠനം മസ്ജിദുകളിലും ഭൗതിക പഠനം കലാലയങ്ങളിലും എന്നൊരു മാറ്റമുണ്ടായി. 2 കലാലയങ്ങളെയും ഒരുമിച്ചൊരു ക്യാമ്പസിൽ കൊണ്ടുവന്നുവെങ്കിൽ ഇനി 2ഉം കൂടെ വീണ്ടും ഒന്നിലേക്ക് വരാനുള്ള ശ്രമമാണ് നോളജ് സിറ്റിയിലൂടെ വരുന്നത്. നോളജ് സിറ്റിയിലെ പ്രഥമ സംരംഭമായ മർക്കസ് ലോ കോളേജ് ഈ കഴിഞ്ഞ മാസം ഒക്ടോബറിൽ മർക്കസ് ക്യാമ്പസിൽ കേരള ഹൈക്കോടതി ജഡ്ജ് വന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജഡ്ജിന് അങ്ങനെയൊന്നും പറ്റൂല എന്ന് ചിലർ പറഞ്ഞിരുന്നു. അവരേത് ക്ലാസ്സിലാണ് പഠിച്ചത്? ഈ ജഡ്ജും സ്കൂളിൽ തന്നെ പോയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. ജഡ്ജ് വന്നു, ആ റിപ്പോർട്ട് കൊടുത്തു. പക്ഷെ വരില്ല എന്ന് പറയുന്നവർക്ക് പിറ്റേന്ന് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുമോ? അവർ നോക്കി നിന്നു. പക്ഷെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് കൊടുത്തപ്പോ പിന്നെ അവർക്ക് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. 3ാമത്തെ ദിവസം ഒരു മൂലയിൽ അവരും റിപ്പോർട്ട് കൊടുത്തു. ഈ സമൂഹത്തിന്റെ കുത്തൊഴുക്കിലും ശക്തിയിലും പിന്തിരിപ്പൻ ശക്തികൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ലോ കോളേജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വരുന്നത് സഖാഫികളും LLBയും പഠിച്ചിട്ടുള്ളവരാണ്. 5 വർഷത്തെ LLB കോഴ്സ്, BBA LLB ഇന്റഗ്രേറ്റഡ് കോഴ്സ്, 5 ഇയർ കോഴ്സ്. 60 കുട്ടികൾ ഒരു വർഷം അഡ്മിഷൻ നേടുന്നു.
ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള ത്രിവത്സര LLB, അതിൽ 50 പേർക്ക് അഡ്മിഷൻ കൊടുക്കുന്നു. അതിൽ 50% സർക്കാർ മെറിറ്റിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഫീസ് വാങ്ങിയാണ് മർക്കസ് പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ള മാനേജ്മെന്റ് കോട്ടയിലുള്ള സ്റ്റുഡൻസിന് എന്ത് ഫീസും വാങ്ങി അതൊരു കച്ചവടമാക്കി മാറ്റാം എന്ന ആധുനിക വിദ്യാഭ്യാസ തന്ത്രമല്ല, മറിച്ച് സർക്കാർ മെറിറ്റിൽ നിശ്ചയിച്ച് അതേ ഫീസ് തന്നെ മാനേജ്മെന്റിലൂടെ എടുക്കുന്ന, അതും മെറിറ്റിലൂടെ ബുദ്ധിയുള്ള കുട്ടികളെ മാത്രം തെരഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നതിനും അവർക്ക് അതേ രൂപത്തിൽ തന്നെ ഫീസ് വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കുന്നു. അക്കൂട്ടത്തിൽ മതപണ്ഡിത്യം നേടുന്നതോടൊപ്പം ഇത് പഠിക്കാനുള്ള ഒരു സൗകര്യം കൂടെ ചെയ്തു കൊടുക്കുന്നു. 20 വിദ്യാർത്ഥികൾ സഫാഫി പ്ലസ് LLB എന്ന് പറയുന്നു. അവരുടെ സർട്ടിഫിക്കറ്റ് പുറത്തു വരുമ്പോ അതിൽ ബുഖാരിയും തഫ്സീറും തിരുമിതിയും സുഹഫയും ഇന്ത്യൻ ലോയും പേഴ്സണൽ ലോയും ഇങ്ങനെ എല്ലാം കൂടെ ഒരു സർട്ടിഫിക്കറ്റിൽ ഡിഗ്രിയുമായി പുറത്തു വരും. ഇൻഷാ അല്ലാഹ്. അത് മർക്കസിൽ തുടങ്ങാനുണ്ടായ കാരണം നോളജ് സിറ്റിയിൽ ആദ്യമായി തുടങ്ങാൻ ഉദ്ദേശിച്ചത് മെഡിക്കൽ കോളേജാണ്. അതിന്റെ കെട്ടിടത്തിന്റെ പണിയാണ് നടക്കുന്നത്. 4 നില പണി പൂർത്തിയായി, 5ാമത്തെ നില പണി നടന്നുകൊണ്ടിരിക്കുന്നു. അബുദാബിയിലെ മർക്കസ് കമ്മിറ്റിയാണ് അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള കിണഞ്ഞ ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനത്തോടനുബന്ധിച്ച് സമ്മേളനത്തിന്റെ 2ാമത്തെയോ 3ാമത്തെയോ ദിവസം ഇൻഷാ അല്ലാഹ് നോളജ് സിറ്റിയിലെ പ്രഥമ കെട്ടിടത്തിന്റെ സമ്പൂർണ്ണ ഉദ്ഘാടനം നടക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ളതാണ്. എങ്കിൽ ലോ കോളേജ് പെട്ടെന്ന് തുടങ്ങാനുണ്ടായ കാരണം കേരള ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നതിന് വളരെ കൂടുതൽ പിശുക്ക് കാട്ടിയവരാണല്ലോ. അതുകൊണ്ടാണല്ലോ വർഷങ്ങളോളം നമ്മുടെ മക്കൾ കർണാടകയിലും ഹൈദരാബാദിലും മഹാരാഷ്ട്രയിലും പോയി പഠിക്കേണ്ടി വന്നത്. പിന്നീട് നമുക്ക് ബോധോദയം ഉണ്ടായി. ലോ കോളേജുകൾ ഈ അടുത്താണ് കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോൾ ഉടനെ തന്നെ അപേക്ഷ പുട്ടപ്പ് ചെയ്തു. ഒരു ജില്ലയിൽ 2 കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. 2ാമത്തെ അപേക്ഷ മർക്കസിന്റേതായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. അതുകൊണ്ട് ലഭിച്ചു, ഗവൺമെന്റ് അംഗീകാരം ലഭിച്ചു, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ലഭിച്ചു. അതോടൊപ്പം തന്നെ ബാർ കൗൺസിൽ ഇൻസ്പെക്ഷൻ നടത്തി, അവർക്കും ബോധ്യപ്പെട്ടു. എല്ലാം ലഭിച്ചാൽ പിന്നെ ക്ലാസ് തുടങ്ങാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മർക്കസിൽ തന്നെ തൽക്കാലം തുടങ്ങി. അബുദാബിയിലെ പൗരപ്രമുഖരായ ചിലരുടെ സഹായം കൊണ്ട് അതിനുള്ള കെട്ടിടം അവിടെ നോളജ് സിറ്റിയിൽ പണി തുടങ്ങി. അതിന്റെ തറ വരെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമ്മേളനത്തിന് ഡിസംബർ 18 മുതൽ 21 വരെയുള്ള ദിവസത്തേക്ക് നാട്ടിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരും ടിക്കറ്റ് എടുത്തവരും ഈ സദസ്സിൽ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വരുമ്പോൾ മർക്കസ് ലോ കോളേജിന്റെ ഒരു നിലയെങ്കിലും അതിന്റെ അതിന്റെ കോൺക്രീറ്റിന്റെ പണി കഴിഞ്ഞിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ അവിടെ ഉയർന്നു വരികയാണ്. അവിടെ LLB കോളേജ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് മെഡിക്കൽ കോളേജ്. അതിനുള്ള അംഗീകാരവും നമുക്ക് പൂർത്തിയായി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അടുത്ത വർഷം സെപ്റ്റംബറിൽ അഡ്മിഷൻ കൊടുക്കുകയും ഒക്ടോബറിൽ ക്ലാസ് തുടങ്ങുകയും ചെയ്യും. അതോടൊപ്പം വേറെയും ഇന്റർനാഷണൽ സ്കൂൾ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് സ്കൂളുകളും മറ്റ് നഴ്സിംഗും ഫാർമസിയും ഇങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ കോളേജുകൾ എല്ലാം വരുന്നതിന്റെ ഏറ്റവും ഒത്തനടുക്ക് ന്യൂക്ലിയസ് പോയിന്റ് ആയിട്ട് അവിടെ ശരിയ സിറ്റിയാണ് വരുന്നത്. ഇപ്പോൾ ലോ വിദ്യാർത്ഥികൾക്ക് മർക്കസ് ശരിയയിൽ പഠിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ നോളജ് സിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ ലോ കോളേജിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മാനേജ്മെന്റ് കോളേജിൽ നിന്നും വിവിധ കോളേജുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് രാവിലെ സുബഹിന്റെ ശേഷം 2 മണിക്കൂർ ഇസ്ലാമിക് ദർസ്, വൈകുന്നേരം ഇസ്ലാമിക് ദർസ്, അങ്ങനെ 2 വിദ്യാഭ്യാസവും കൂടെ ഒന്നിച്ചു പഠിച്ചു പുറത്തു വരുന്നതിന് കേരളീയരും അന്യ സ്റ്റേറ്റുകാരും അന്യ രാജ്യക്കാരുമായ വിദ്യാർത്ഥികൾക്ക് വരാനും താമസിക്കാനും പഠിക്കാനും റിസർച്ച് ചെയ്യാനും ഗവേഷണം നടത്താനും ആവശ്യമായ ലൈബ്രറികളും മ്യൂസിയങ്ങളും പഠന സൗകര്യങ്ങളും ക്ലാസ് മുറികളും സെമിനാർ ഹാളുകളും എല്ലാം ചേർന്ന ശരിയ സിറ്റി യഥാർത്ഥത്തിൽ മർക്കസിന്റെ വിദേശ രാജ്യങ്ങളിലുള്ള വിവിധ കമ്മിറ്റികളുടെ കൂട്ടായ്മയിലൂടെയാണ് അത് രൂപപ്പെടാൻ പോകുന്നത്. ഈ ഹജ്ജിന്റെ വേളയിൽ അതിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ ഇതിന്റെ 10 മടങ്ങ് വലിപ്പമുള്ള പ്രവിശാലമായ ഹാളിൽ റിയാദിലെ മലയാളി സമൂഹം ഇത്രയും വലിപ്പമുണ്ടോ എന്ന് അങ്ങനെ ഒരു സമ്മേളനം നടന്നപ്പോഴാണ് അവിടുത്തെ ആളുകൾ കാണുന്നത്. അതിനുശേഷം ജിദ്ദയിൽ, അതുപോലെ ഏറ്റവും അവസാനമായിതാ മെനയാന്ന് കുവൈത്തിലും ഇന്നലെ ദുബായിലും അതിന്റെ തലേ ദിവസം ബഹ്റൈനിലും ഓരോ ദിവസവും ഓരോ രാജ്യത്ത് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒമാനിലാണ്.
ഈ അബുദാബിയിലെയും അങ്ങനെ വിവിധ സ്റ്റേറ്റുകളിലെ മലയാളി സഹോദരന്മാരുടെ, പ്രത്യേകിച്ച് എനിക്കിനിയും അങ്ങനെ പറയാൻ പറ്റില്ല, കർണാടക സഹോദരന്മാരുടെയും മറ്റ് ഇന്ത്യൻ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഓർക്കുകയാണ്, കുവൈറ്റിൽ വെച്ച് ഇവിടെ മലയാളി സമൂഹം ഇതിനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞപ്പോ KCF-ന്റെ അവിടുത്തെ പ്രസിഡന്റ് ഉറക്കെ പ്രഖ്യാപിച്ചു. സ്റ്റേജിൽ വെച്ച് ഞാൻ ഉറനെ ചോദിച്ചു കർണാടകക്കാരോട്, KCF-കാര് നമ്മൾ മർക്കസ് ശരിയ സിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും? അവിടെ വെച്ചതാ അവരുറക്കെ ഒന്ന് പറഞ്ഞു, ഹം മർക്കസ് നോളജ് സിറ്റി के लिए, ശരിയ सिटी के लिए हम 1 करोड़ देंगे। कर्नाटक वाले ऊंचे आवाज से, सब बुलंद आवाज से बोला, हम मरकज नॉलेज सिटी के लिए 1 करोड़ हमारे तरफ से देंगे। അങ്ങനെ ആ കർണാടകക്കാരും എല്ലാ സ്റ്റേറ്റുകാരുടെയും സമ്പൂർണമായ സഹായങ്ങൾ കൊണ്ടും സഹകരണങ്ങൾ കൊണ്ടും ഈ സ്ഥാപനം ഉയർന്നു വരുമ്പോ ഒരുപാട് സഖാഫികളെയും എഞ്ചിനീയേഴ്സിനെയും ഡോക്ടർമാരെയും ഇതുവരെ പഠിച്ച് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എവിടെ ചെല്ലുന്ന സമയത്ത് മർക്കസ് നോളജ് സിറ്റിയുടെ ന്യൂക്ലിയസ് പോയിന്റിൽ ഇൻഷാ അല്ലാഹ് അവിടെ ഉയർന്നു വരുന്ന ശരീഅത്ത് സിറ്റിയുടെ ഓരോ കവാടങ്ങളിൽ മർക്കസ് അബുദാബി കമ്മിറ്റി, ദുബായ് കമ്മിറ്റി, റിയാദ് കമ്മിറ്റി, ജിദ കമ്മിറ്റി എന്നാലേഖനം ചെയ്തുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ, വലിയൊരു കൂട്ടായ്മയുടെ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ മനോമുകുരങ്ങളിൽ നിന്നുയർന്നു വരുന്ന സ്നേഹത്തിന്റെ സ്ഥിരമായ സ്മാരകമായി അത് ഉയർന്നു വരും. അങ്ങനെയെല്ലാം വരുമ്പോൾ തീർച്ചയായും അത് 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം അത് നമുക്കിപ്പോൾ ഊഹിക്കാൻ സാധിക്കും. പിന്നീട് വീണ്ടും 10 വർഷം കഴിയുമ്പോൾ മാറ്റങ്ങൾ ഏറെ വരും. കർണാടകയിൽ 25 നോളജ് വില്ലേജുകളാണ് അവിടുത്തെ സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു 25 നോളജ് വില്ലേജ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 250 കോടിയെങ്കിലും കർണാടകയിൽ ആ പ്രോജക്റ്റിന് വേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 100 കോടിയൊന്നും പ്രഖ്യാപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു വില്ലേജിനെ 10 കോടിയിൽ ചുരുങ്ങി ഒന്നും നിർമ്മിക്കാൻ സാധിക്കുകയില്ല. 250 കോടി അതിനിയും വലുതായി വരും. കേരളം കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് കർണാടകം എന്ന നിലക്ക് തന്നെ ഇൻഷാ അല്ലാഹ് മർക്കസ് നോളജ് സിറ്റിയുടെ നെക്സ്റ്റ് കോപ്പിയിങ് കർണാടകയിലായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മർക്കസ് നോളജ് സിറ്റിയുടെ സ്ട്രാറ്റജിക്കൽ അതിന്റെ സ്റ്റേജ് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് 2 വർഷം കഴിയുന്നതോടുകൂടി അതിന്റെ ഒരു പ്രാഥമിക കാര്യങ്ങളുടെ സമ്പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അടുത്തൊരു സിറ്റിക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും. തീർച്ചയായും കർണാടക അതിനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണായിരിക്കും എന്നാണ് ഈ കർണാടക യാത്ര നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു യാത്രയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ആ ഊർജത്തെ സ്വീകരിച്ചുകൊണ്ട് കർണാടകയിലെ സഹോദരന്മാർ തികച്ചും ആവേശത്തോടുകൂടി പ്രവർത്തിക്കുകയും കർണാടക സ്റ്റേറ്റിനെ ഏറ്റവും നല്ല ഒരു മതസൗഹാർദ്ദ, വിദ്യാഭ്യാസ, സാമൂഹ്യ സുരക്ഷിതമായ, സുഭദ്രമായ ഒരു സ്റ്റേറ്റാക്കി മാറ്റിയെടുക്കാൻ പ്രയത്നിക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.